ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്ക്ഗ്രൗണ്ട് കണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഞാനിപ്പോഴും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണുള്ളത്. ഇപ്പൊ സമയം ഏകദേശം 7:50 ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. സോ കണ്ടന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു സംഭവം തന്നെയാണ്. അതായത് ഡിലേറ്റ് ആയി പോയ ഫോട്ടോസ് എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന്. സംഭവം ഒരു പഴകിയ കണ്ടന്റ് തന്നെയാണ്. എല്ലാവരും വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനുണ്ടാകും. പക്ഷേ ഇത് നിങ്ങൾക്ക് 100% വർക്കൗട്ട് ആവുന്ന മെത്തേഡ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് ഇവിടെ വന്ന കുറേ കസ്റ്റമേഴ്സിൽ ഞാൻ ഒന്ന് പരീക്ഷ നോക്കി വിജയം കണ്ട സംഭവം തന്നെയാണ്. സോ നിങ്ങൾക്കും ഇത് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഏതൊക്കെയാണ് ഈ ഒരു സെറ്റപ്പ്, അതായത് എങ്ങനെയാണ് ഈ ഫോട്ടോസ് ഡിലീറ്റ് ആയി പോയത് തിരിച്ചെടുക്കുക എന്ന് നോക്കാം. 2 എണ്ണമുണ്ട് ഗൈസ്, 2 എണ്ണമാണ് ഉള്ളത്. സോ 2 മെത്തേഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു, മറ്റേ നിങ്ങൾക്ക് ഫോണിന്റെ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയും. സെറ്റിംഗ്സിലല്ല, ഓക്കെ, നിങ്ങളത് കണ്ടു തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സോ എന്തായാലും വീഡിയോ പൂർണ്ണമായും കാണുക. അടുത്ത വീഡിയോകൾ, തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുവാനായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ, അതായത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഫസ്റ്റ് മെത്തേഡ് ഡിസ്ട്രിഗർ എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ആപ്പ് ഓപ്പൺ ചെയ്താൽ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അവർ ചോദിക്കുന്ന പെർമിഷൻസ് അലോ ചെയ്യുക. അപ്പോൾ തന്നെ ഡിലേറ്റ് ആയ ഫോട്ടോസ് റിക്കവർ ചെയ്യുന്നതിനുള്ള സ്കാനിങ് ആരംഭിക്കുന്നതായിരിക്കും. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ ഇതുപോലെ കുറേയധികം ഫോട്ടോസ്, നിങ്ങൾക്ക് ഡിലേറ്റ് ചെയ്ത കുറേയധികം ഫോട്ടോസ് ഇവിടെ വന്നതായി കാണുവാൻ കഴിയും. ഇതിൽ ഏകദേശം 5000 സംതിങ് ഫോട്ടോസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും സ്കാനിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ഫോട്ടോസ് ആണോ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യേണ്ടത് അതൊക്കെ ഇത്തരത്തിൽ ടിക്ക് ചെയ്യുക. പിന്നീട് ഏറ്റവും താഴെ കാണുന്ന റിക്കവർ എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ 3 ഓപ്ഷനുകൾ ലഭിക്കും. അതിൽ നടുവിലത്തെ ഓപ്ഷനായ സേവ് ദ ഫയൽസ് ടു എ കസ്റ്റം ലൊക്കേഷൻ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ആവുന്നതായിരിക്കും. അവിടെ നിന്നും ഏത് ഫോൾഡറിലേക്കാണോ ഈ ഫോട്ടോസ് ഒക്കെ സേവ് ചെയ്യപ്പെടേണ്ടത് എന്ന് തിരഞ്ഞെടുത്ത ശേഷം താഴെ കാണുന്ന ഓക്കെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ആ ഫോട്ടോസ് ഒക്കെ ആ ഒരു ഫോൾഡറിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് അതൊക്കെ ഗ്യാലറിയിൽ കാണുവാനും കഴിയും. ഗൈസ്, ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. 100% നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡ് മെത്തേഡ് ഒന്ന് പരിചയപ്പെടാം. ഇതിനായി നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോണിലുള്ള ഫയൽ മാനേജറിൽ ഈ ട്രിക്ക് വർക്ക് ആവുന്നില്ല എങ്കിൽ മാത്രം പ്ലേ സ്റ്റോറിൽ നിന്നും തേർഡ് പാർട്ടി ഫയൽ മാനേജർ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, ലൈക്ക് ES ഫയൽ എക്സ്പ്ലോറർ ഒക്കെ. ഓക്കെ, അപ്പോൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പിന്നീട് അതിൽ കാണുന്ന ഷോ ഹിഡൻ ഫയൽസ് എന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്യുക. പിന്നീട് സ്റ്റോറേജ് എന്ന ഭാഗത്തേക്ക് തിരിച്ചു വരിക. ഇനി നിങ്ങൾ ഇതിൽ നിന്നും DCIM എന്നൊരു ഫോൾഡർ ഉണ്ടാകും. അതൊന്ന് കണ്ടുപിടിച്ച് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പുതിയതായി ഒരു ഫോൾഡർ വന്നതായി കാണുവാൻ കഴിയും, അതായത് .thumbnails എന്ന് പറഞ്ഞു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്നും വാങ്ങിയത് മുതൽ ഡിലേറ്റ് ആയ കംപ്ലീറ്റ് ഫോട്ടോയും വന്നിരിക്കുന്നത് കാണുവാൻ കഴിയും. കുറേയധികം ഫോട്ടോ ഉണ്ടാകും ഗൈസ്, നിങ്ങൾക്കിത് കാണാം. ഇനി ഈ ഒരു ഫോട്ടോസിൽ നിന്നും, അതായത് നിങ്ങൾ ഇത്തരത്തിൽ കാണുന്ന ഫോട്ടോസിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ ഇത്തരത്തിൽ ടിക്ക് ചെയ്ത് ഒന്നുകിൽ മറ്റുള്ള ഏതെങ്കിലും ഫോൾഡറിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അത് ഗ്യാലറിയിലേക്ക് വരുന്നതായിരിക്കും. എന്നാൽ ചില ഫോണുകളൊക്കെ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹാങ് ആവാൻ അല്ലെങ്കിൽ കുറേ സമയം ലോഡാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അതിനെ ഡയറക്റ്റായി ഓപ്പൺ ചെയ്യുന്നതിന് പകരം ഒന്ന് റീനെയിം ചെയ്യുക. അതായത് .thumbnails എന്നുള്ളത് മാറ്റി ആ ഡോട്ടൊക്കെ അങ്ങ് കളഞ്ഞ് ഫോൾഡറിന് എന്തെങ്കിലും ഒരു പേര് നൽകി ഓക്കെ ചെയ്യുക. ശേഷം ഗ്യാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾഡറിലെ കംപ്ലീറ്റ് ഫോട്ടോസും അവിടെ കാണുന്നതാണ്. അതായത് നിങ്ങൾ മുൻപ് ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് ഇമേജസും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡിലീറ്റ് ചെയ്ത ഇമേജസും അതിലുണ്ടാവുന്നതാണ്. 99% എല്ലാ ഫോണിലും ഇത് വർക്കാകും. ഗൈസ്, 2 മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒന്നാമത്തെ മെത്തേഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമാണ്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം ഒരു വെബ് പേജിലേക്കായിരിക്കും പോവുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ എന്നൊരു ബോക്സ് ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത വെബ് പേജ് നിങ്ങൾ 5 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായി സ്കിപ്പ് ആഡ് എന്നൊരു ഓപ്ഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, 2 മെത്തേഡും എന്തായാലും ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട്, നല്ല റിസൾട്ട് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.